പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പകൾ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായി ഇത്തരം വായ്പകൾ ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പാണാവള്ളി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തുകളിലെ CDSകൾക്ക് അനുവദിച്ച മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീ യൂണിറ്റുകൾ മഹത്തായ സേവനമാണ് നാടിനു വേണ്ടി ചെയ്യുന്നത്. വായ്പ തിരിച്ചടവിലും കൃത്യത പാലിക്കുന്നുണ്ട്. വായ്പയായി ലഭിക്കുന്ന പണം ക്രിയാത്മകമായി വിനിയോഗിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ മികച്ച സംരംഭങ്ങൾ ആരംഭിക്കണം. ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 8 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ഈ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളുടെ ഉപകാരമാണ്. സാധാരണ നിലയിൽ തുടങ്ങിയ പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ വളർന്നിരിക്കുന്നുവെന്നും പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ദലീമ ജോജോ MLA അധ്യക്ഷത വഹിച്ചു. അയൽക്കൂട്ടങ്ങൾക്കുള്ള വായ്പാ വിതരണം AM ആരിഫ് MP നിർവഹിച്ചു. മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതി പ്രകാരം ജില്ലയിലെ ചേർത്തല ഉപജില്ലാ ഓഫീസിന്റെ പരിധിയിലുള്ള പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് CDSലെ 19 അയൽക്കൂട്ടങ്ങളിലെ 232 അംഗങ്ങൾക്കുള്ള 1,87,50,000 രൂപയും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് CDSലെ 20 അയൽക്കൂട്ടങ്ങളിലെ 258 അംഗങ്ങൾക്കായുള്ള 1,87,00,000 രൂപയുടെയും വായ്പകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. പാണാവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത, പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B രാഗിണി, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, മറ്റു ജനപ്രതിനിധികൾ, പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കരിമണൽ അഴിമതിയിൽ ധാർമ്മികത നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിൽ കരിമണൽ ഖനനം നിരോധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കുക, കരിമണൽ അഴിമതിയിൽ ധാർമ്മികത നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. ആലപ്പുഴ മുൻ MP ഡോക്ടർ KS മനോജ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 986 ദിവസമായി നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടെ, ഇച്ഛാശക്തിയോടെ കഴിഞ്ഞ 986 ദിവസമായി സമരം ചെയ്യുകയാണ്. സമിതി ചെയർമാൻ S സുരേഷ് കുമാർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി S സീതിലാൽ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ, സമരസമിതി രക്ഷാധികാരി R പാർത്ഥസാരഥി വർമ്മ, ജനറൽ കൺവീനർ R അർജുനൻ, T വസന്തകുമാർ, KJ ഷീല തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ TD സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് TR ജാജിമോൾ, T സദറുദ്ദീൻ, MA ബിന്ദു, P രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുമ്പോഴും അധികൃതരുടെ അനാസ്ഥയുടെ ആഴം അളക്കുന്ന ഒരു കിണറുണ്ട് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പഞ്ചായത്തിൽ. പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ 200ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനായി പഞ്ചായത്ത് നിർമ്മിച്ച കിണറാണ് കാട് കയറി നാശോന്മുഖമായിരിക്കുന്നത്.
വേനൽ ആരംഭിച്ചതേയുള്ളൂ. എന്നാൽ വരൾച്ചയുടെ കാഠിന്യത്താൽ തോടുകളും കുളങ്ങളും വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കുടിവെള്ളത്തിനായി മിക്കവരും നെട്ടോട്ടമോടുകയാണ്. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പഞ്ചായത്തിലും സ്ഥിതി മറിച്ചല്ല. പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി കാത്തിരിക്കുമ്പോൾ ഒരു ജലസ്രോതസ്സിനെക്കുറിച്ച് പറയാതെ വയ്യ. ഇവിടെ 12ാം വാർഡിൽ പ്രദേശത്തെ ജലക്ഷാമം കണക്കിലെടുത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കിണറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 2000-ലാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സം നേരിട്ടതിനാൽ 2005-ലാണ് കിണറിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പ്രദേശവാസി സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലായിരുന്നു കിണറിൻ്റെ നിർമ്മാണം. തൃക്കുടിത്താനം പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലായി താമസിക്കുന്ന 200ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനാകും എന്ന ലക്ഷ്യം കണ്ടാണ് കിണർ നിർമ്മിച്ചത്. കിണർ നിർമ്മിച്ചെങ്കിലും കുടിവെള്ളത്തിനായുള്ള നാട്ടുകാരുടെ നെട്ടോട്ടത്തിന് കുറവൊന്നും ഉണ്ടായില്ല. തുടർ സംവിധാനങ്ങൾ ഒരുക്കാതെയും പരിപാലിക്കാതെയും വർഷങ്ങളോളം കിണർ പാഴായി കിടന്നു. പിന്നീട് കാടെടുത്ത് മൂടിപ്പോയി. നമ്മുടെ തൃക്കുടിത്താനം പഞ്ചായത്തിന് നമ്മുടെ 3 വാർഡ് 11, 10 അതുപോലെ 12ാം വാർഡ്. ഈ 12ാം വാർഡ് ഇത്രയും 3 വാർഡുകാർക്ക് വേണ്ടി പണിതാണ്. നമ്മുടെ 2000-ൽ നമ്മുടെ ഞാൻ തന്നെ കൊടുത്തൊരു സ്ഥലമാണ്. 3 സെന്റ് സ്ഥലം പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് കൊടുത്താണ്. അത് ഈ കിണർ വരണം, ജനങ്ങളുടെ ഈ ജല ദൗർലഭ്യം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് വീട്ടുകാരുൾപ്പെടെ അത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാൽ പോലെ ഇത് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഇത് ഘട്ടം ഘട്ടമായിട്ട് പണിതു. ഇട്ടെറിഞ്ഞു പോയി കോൺട്രാക്ടർ, പിന്നെ അത് പണിതു. അങ്ങനെ 2005-ൽ ഇത് പൂർത്തീകരിച്ചു. എന്നിരുന്നാൽ പോലും ബാക്കി ഭാഗങ്ങൾ അത് ബാക്കിയുള്ള മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും നടത്താതെ ഇത്രയും വർഷം ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഫണ്ട് വെച്ച് ഇതിന് ഗ്രില്ലിട്ടു. പക്ഷെ അതും അശാസ്ത്രീയമായ രീതിയിലാണ് അത് പണിതത്. അത് കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടും യൂസ് ചെയ്യാൻ വയ്യാത്ത രീതിയിലോട്ട് അത് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ അത് ക്ലീൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും കുടുംബങ്ങൾക്കത് ഗുണകരമായ രീതിയിൽ അത് ഉണ്ടാകും എന്നുള്ളൊരു ഇത് ഞാൻ മെമ്പർ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതിപ്പം പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവരത് എടുക്കാം എന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. അത് സാഹചര്യം ഉണ്ടാകുകയില്ല. അത്രയും സാഹചര്യം ഇത്രയും വീട്ടുകാർക്കെങ്കിലും നമുക്ക് വെള്ളം കിട്ടാനുള്ള സാഹചര്യം ഒരു 200 വീടുകളെങ്കിലും നമുക്കത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുള്ള ഒരു ഗുണമുള്ള ഒരു കിണറാണിത്. കഴിഞ്ഞ വർഷം കിണർ സംരക്ഷിക്കുന്നതിനായി മുകളിൽ ഗ്രിൽ സ്ഥാപിച്ചെങ്കിലും വെള്ളം കോരിയെടുക്കാനോ മോട്ടോർ സ്ഥാപിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും അധികൃതർ ഒരുക്കിയില്ല. ഇപ്പോൾ കമ്പി വലയ്ക്ക് മുകളിലും കാട് പടർന്നു കയറിയിരിക്കുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു വലിയ ജലസ്രോതസ്സാണ് നാശോന്മുഖമായിരിക്കുന്നത്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് കിണർ ഉപയോഗയോഗ്യമാക്കി പ്രദേശവാസികളുടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിന്റെ ഒഴിഞ്ഞ കുടങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ദാഹജലം എത്തിക്കേണ്ടിയിരിക്കുന്നു. 1ഉം 2ഉമല്ല 200ഓളം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. അധികാരികളെ കണ്ണു തുറക്കുക. രാമങ്കരി വേഴപ്ര കുഴിക്കാല കോളനിയിൽ റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. റോഡ് നിർമ്മാണത്തിന് CMLRRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞെന്നാണ് ആരോപണം. കുഴിക്കാലക്കോളിൽ റോഡ് നിർമ്മാണം വേഗത്തിലാക്കുക. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. 30 ലക്ഷം അനുവദിച്ചിട്ടും 3 വർഷം കഴിഞ്ഞിട്ടും 3 വെള്ളപ്പൊക്കം പോയിട്ടും എന്തേ റോഡ് പണി ആരംഭിക്കാത്തത്? രാമങ്കരിയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ കവാടത്തിലായിരുന്നു സത്യാഗ്രഹ സമരം. പണം അനുവദിച്ച് കരാർ നൽകിയെങ്കിലും റോഡ് കുത്തിപ്പൊളിച്ചിട്ടതല്ലാതെ യാതൊന്നും കരാറുകാരൻ ചെയ്തിട്ടില്ലെന്നും കരാറുകാരനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ടെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ പറഞ്ഞു. വർഷങ്ങളായി ഈ പഞ്ചായത്തിന്റെ ഭരണം ഇരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കയ്യിലാണ്. പ്രമോദ് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇരിക്കുന്നത് പ്രതിപക്ഷ LDF കക്ഷികളുടെ കൈവശമാണ്. ജില്ലാ പഞ്ചായത്ത് അവരുടെ കൈവശമായിരിക്കുന്നത്. ഇപ്പം ഇവരെല്ലാവരും തന്നെ വോട്ട് ശേഖരിക്കാൻ വേണ്ടി എത്തുമ്പോൾ കൊടുക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ ഒഴിച്ച് ആ ദുർബല പ്രദേശത്തെ പാരിസ്ഥിതികമായി പോലും ദുർബലമായി നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാർ താമസിക്കുന്ന ആ പ്രദേശം സംരക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതാരാണ് നടപ്പാക്കേണ്ടത് എന്ന് പഞ്ചായത്ത് തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നടപ്പാക്കേണ്ടത് ആരെങ്കിലും ആവട്ടെ. ഇവിടുത്തെ AEയുടെ
നിർബന്ധമായി ഏറ്റെടുത്തപ്പോൾ പ്രമോദ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു, എന്താ പറഞ്ഞേ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആരാ? ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് പരിപാടികൾ നടപ്പാക്കേണ്ടത്. വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നും ഉദ്യോഗസ്ഥർ തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം കൃത്യതയോടെയും സത്യസന്ധമായും നിർവഹിക്കാൻ തയ്യാറായാൽ നാട് നന്നാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരം ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സിബി ജോസഫ് മൂലംകുന്നം അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന രാജപ്പൻ, സോളി ആന്റണി, UDF രാമഗിരി മണ്ഡലം ചെയർമാൻ റോബിൻ കഞ്ഞിക്കര, സേവാദൾ മണ്ഡലം പ്രസിഡന്റ് ജോസി ഡൊമിനിക്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എബ്രഹാം പുറവടി, കർഷക കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആന്റണി ശ്രാമ്പിക്കൽ, ബാലകൃഷ്ണൻ ബേഴപ്ര തുടങ്ങിയവർ സംസാരിച്ചു. എത്രയും വേഗം റോഡ് നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരക്കാർ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പുഞ്ചകൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് കൊയ്ത്ത് അവലോകന യോഗം വിളിച്ചു ചേർക്കാത്തത് പ്രതിഷേധാർഹമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുമെന്ന് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്. പുഞ്ചകൃഷിയുടെ വിളവെടുപ്പ് പടിവാതിൽക്കലെത്തിയിട്ടും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള യോഗം വിളിച്ചു ചേർത്തിട്ടില്ലെന്ന് സോണിച്ചൻ പുളിങ്കുന്ന് പറഞ്ഞു. നെൽകാർഷിക മേഖല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകേണ്ടത് നാടിന്റെ ആവശ്യമാണ്. ജില്ലാ ഭരണകൂടവും കൃഷിവകുപ്പും സിവിൽ സപ്ലൈസും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും ആലപ്പുഴ കളക്ട്രേറ്റിൽ കൊയ്ത്ത് അവലോകന യോഗം വിളിച്ചുകൂട്ടി അതിൻ്റെ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ഉറപ്പുവരുത്താറുള്ളതാണ്. കേവലം കൊയ്ത്ത് മെഷീൻ്റെ റേറ്റ് ഉറപ്പിക്കുക മാത്രമല്ല, കൊയ്ത്തിന് പര്യാപ്തമായിട്ടുള്ള അളവിൽ കൊയ്ത്ത് മെഷീൻ ഉണ്ടെന്നും അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കിക്കൊണ്ട് കർഷകരുടെ ആശങ്കയ്ക്ക് ഒരു രീതിയിലും അവസരം നൽകാതെ കാര്യക്ഷമമായി കൊയ്ത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിനും കൊയ്തിടുന്ന നെല്ല് കാലതാമസം കൂടാതെ സംഭരിക്കുന്നതിനും സംഭരിക്കുന്ന നെല്ലിൻ്റെ PRS കാലതാമസം കൂടാതെ എഴുതി കർഷകരുടെ അക്കൗണ്ടിൽ പണം ലഭ്യമാക്കുന്നതും ആയിരുന്നു ഈ അവലോകനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ. എന്നാൽ ഈ വർഷം ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഒരു കൊയ്ത്ത് അവലോകന പൊതുയോഗം വിളിച്ചു കൂട്ടാതിരുന്നത് തികച്ചും കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക, ഗുണനിലവാരമുള്ള യന്ത്രങ്ങൾ ലഭ്യമാക്കുക എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കണം. കൊയ്ത്ത് മെഷീനുകളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്താൻ നടപടി വേണമെന്നും സോണിച്ചൻ പുളിങ്കുന്ന് ആവശ്യപ്പെട്ടു. CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയും നഗരസഭാ അധ്യക്ഷനുമായിരുന്ന PA സെയ്ദ് മുഹമ്മദിന്റെ 30ാമത് ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. VRB ഭവനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ജനങ്ങളിലേക്കും കൂടുതൽ പ്രദേശങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യമാണ്. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയ പാർട്ടിയായി നമ്മൾ വികസിച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടങ്ങളിലും നമ്മൾ സ്വയം സ്ഥാപനമായി പരിശോധിക്കണം. നമുക്കിപ്പോൾ ഈ കാലയളവിൽ ചങ്ങനാശ്ശേരിയിൽ നമുക്ക് നിയമസഭ നമ്മുടെ മുന്നിൽ നിയമസഭാംഗമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വാഴപ്പള്ളി വെച്ച് നഗരസഭയിലെ അവസാനം വന്ന മാറ്റം കൂടി വാഴപ്പള്ളി വെച്ചെല്ലാം നമ്മൾ നീങ്ങുന്നത്. പൊതുവായി നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രദേശത്തും നമ്മുടെ പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള ആയിട്ടില്ല എന്നാണ്. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി KC ജോസഫ് അധ്യക്ഷനായിരുന്നു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ MG ജോസഫ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA നിസാർ, KD സുഗതൻ, TS നിസ്താർ, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. അനുസ്മരണ ചടങ്ങുകളുടെ ഭാഗമായി പാർട്ടി നേതാക്കളും തൊഴിലാളികളും ബ്രാഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. സംസ്ഥാനം കൊടും ചൂടിൽ. ആലപ്പുഴ, കോട്ടയം അടക്കം 8 ജില്ലകളിൽ വ്യാഴാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫെബ്രുവരി മാസം കൊടും ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നതിനാൽ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും ആവാത്ത സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നത്. കൊടും ചൂടിനെ പ്രതിരോധിക്കാനാവാതെ വലയുകയാണ് തൊഴിലാളികൾ. താപനില ഉയർന്നതോടെ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കുക, അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക, ചൂടുമൂലം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പുറത്തു ജോലി ചെയ്യുന്നവർ ഏറെ ജാഗ്രത പാലിക്കണം. AC റോഡ് നസറത്ത് ജംഗ്ഷൻ മുതൽ മില്ല് ജെട്ടി വരെയുള്ള റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുന്നു. ഈ കാരണത്താൽ ഫെബ്രുവരി 22 മുതൽ 27 വരെ ഈ ഭാഗത്തുകൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് കുട്ടനാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെത്തുപുഴ ക്രിസ്തുജ്യോതി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ചങ്ങനാശ്ശേരി DYSP സജി മാർക്കോസ് പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ചു. അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വിദ്യാഭ്യാസം ആണ് നിങ്ങളുടെ പ്രൈം ഡ്യൂട്ടിയെങ്കിലും, പ്രൈമായിട്ട് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ പ്രധാനമായ നിങ്ങളുടെ ചുമതലയെങ്കിലും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഇത്ര മനോഹരമായി ഞങ്ങൾക്ക് 9 മാസം നിരന്തരമായി ചെയ്യുന്ന ട്രെയിനിങ്, അല്ലെങ്കിൽ 1 വർഷം നിരന്തരമായി ചെയ്യുന്ന ട്രെയിനിങ് നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കുറവ് വരാതെ അതിമനോഹരമായിട്ട് സ്റ്റെപ്പുകൾ വെച്ച് വളരെ മനോഹരമായ കമാൻഡുകളോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും, നിങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. എല്ലാവരും നല്ല ഈ സ്ഥാപനത്തിൻ്റെ പേര് പോലെ ഒരു സമൂഹത്തിൽ ഒരു നല്ല ഒരു പ്രകാശം പരത്തുന്നവരായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഈ സ്കൂളിന് അഭിമാനമായി തീരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും നിർത്തുന്നു. ക്രിസ്തുജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോഷി ചീരാങ്കുഴിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. SHO B വിനോദ് കുമാർ SPC ഫ്ലാഗ് ഉയർത്തി. ഔട്ട്സ്റ്റാൻഡിംഗ് കേഡറ്റ്സിനും പരിശീലകരായ പോലീസുകാർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ ലാലിമ ടോമി, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ഇലവങ്കൽ, ബർസാർ ഫാദർ അഖിൽ കരിക്കത്തറ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല, മാർഗരറ്റ് റോയി, ബാബു ജോസഫ് എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ കോട്ടയം റെസ്റ്റ് ഹൗസിലെ പുതിയ കെട്ടിടത്തിന്റെയും മുട്ടമ്പലത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഫെബ്രുവരി 22 നടക്കും. വൈകുന്നേരം 6 റെസ്റ്റ് ഹൗസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. റെസ്റ്റ് ഹൗസിൽ 5.9 കോടി രൂപ ചെലവിലാണ് 1800 ചതുരശ്ര മീറ്ററുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. താഴത്തെ നിലയിൽ 160 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോൺഫറൻസ് ഹാളും ഡൈനിങ് ഹാളും വാഷ്റൂമുകളും ടോയ്ലറ്റ് ബ്ലോക്കുമുണ്ട്. 1ഉം 2ഉം നിലകളിലായി 14 ശീതീകരിച്ച ഡബിൾ മുറികളും 2 സ്യൂട്ട് മുറികളുമുണ്ട്. ലിഫ്റ്റ് സൗകര്യവും ജനറേറ്റർ സംവിധാനവും കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ മന്ദിരം പ്രവർത്തനക്ഷമമാകുന്നതോടെ 27 ശീതീകരിച്ച മുറികളടക്കം 37 മുറികൾ ലഭ്യമാണ്. മുട്ടമ്പലത്ത് 4.2 കോടി രൂപ ചെലവിലാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിച്ചത്. 3293 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് നിർമ്മാണം. ഇവിടെ 53 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. സന്ദർശക മുറി, വാർഡൻ, മേട്രൺ എന്നിവർക്കുള്ള മുറികളും ഡൈനിങ് ഏരിയയും അടുക്കളയും സ്റ്റോറും ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വായനാമുറി, ഡോർമെറ്ററി, റിക്രിയേഷൻ ഹാൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവയും ഇവിടെയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരിക്കും. ഭോപ്പാലിൽ നടന്ന 34ാമത് കനോയിങ് കയാക്കിംഗ് ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ താരങ്ങളെ കൈനഗിരി ഓപ്പലേവ് വാട്ടർ സ്പോർട്ട് അക്കാദമിയിൽ ആദരിച്ചു. 24 കുട്ടികളാണ് അക്കാദമിയിൽ നിന്നും ദേശീയ മത്സരത്തിൽ പങ്കെടുത്തത്.
ഓപ്പലവ് വാട്ടർ സ്പോർട്സ് അക്കാദമിയിലെ പേരൻസ് ആൻഡ് കോച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിജയികൾക്ക് ആദരവ് നൽകിയത്. കഴിഞ്ഞ ദിവസം അക്കാദമി ഓഫീസിൽ നടന്ന പരിപാടി മുൻ MLA CK സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഓപ്പലവ് കോച്ച് VV സുനിൽ അധ്യക്ഷനായി. ആലപ്പുഴ GST ഓഫീസർ അജേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചാവറ ഭവൻ ഡയറക്ടർ ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ CMI, ഓപ്പലവ് അക്കാദമി പേരൻസ് ആൻഡ് കോച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കൊച്ചുകളപ്പുരയ്ക്കൽ, സെക്രട്ടറി BK വിനോദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ധന്യ ജീമോൻ എന്നിവർ സംസാരിച്ചു. അക്കാദമിയിൽ പരിശീലനം നേടിയ ശേഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് സ്വർണവും വെള്ളിയും വെങ്കലവും നേടിയ താരങ്ങൾക്കാണ് ആദരവ് നൽകിയത്. കാവാലം പുതുശ്ശേരിൽ ശ്രീ ഭദ്രകാളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ പുതുമന മഹേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം പ്രകാശനം ചെയ്യുകയും പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ 5-ന് നട തുറന്ന് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. അഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, വിശേഷാൽ കലശപൂജ എന്നിവ നടത്തി. രാവിലെ 9-നായിരുന്നു പൊങ്കാല സമർപ്പണം. തുടർന്ന് പരികലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, പൊങ്കാല നിവേദ്യം, സർപ്പപൂജ, ഉച്ചപൂജ എന്നിവ നടത്തി. 12:30-നായിരുന്നു മഹാപ്രസാദമൂട്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.